I knew you were. You gonna come to me. Knew you were. Better choose carefully. I'm capable of anything. A anything. Make me your lover, darling. Make me one and only. Don't make me your enemy. Your enemy. Your enemy. So ഇപ്പൊ വരാൻ പറ്റില്ല. or you should to fall. നേരം വെളുത്താ തുടങ്ങും തങ്കം തങ്കം തങ്കം. നിനക്ക് പേരൊന്ന് മാറ്റി വിളിക്കാൻ പറ്റുമോ? ഞാൻ പിന്നെ താഴെ ചെന്നിട്ട് മിനിമോളെ എന്ന് വിളിക്കാം. അപ്പോഴോ അപ്പൊ നല്ലായിരിക്കും. ഗോപാലചേട്ടൻ വരും ഒരു 10 കൊണ്ട്. പിന്നെ തങ്കത്തിന് തങ്കം എന്നല്ലാതെ പിന്നെ ഞാൻ എന്താ കാര്യം എന്താ പറ. കണ്ടോ എന്ത് കുന്ത ഇങ്ങോട്ട് നോക്ക് എന്താണ് കാണിക്കുന്നത് കണ്ടാ മോളിലെ ഞാൻ കണ്ടിട്ടില്ലല്ലോ അവളെ. തങ്കം ചേട്ടന്നെ എന്താ ക്ലീറ്റോ അവൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ക്രീം തേക്കുന്നു, മുടി ഇതെന്താണ് ഇത്? കൊച്ചിന് എന്താ ഇത് പറ്റിയത്? അതെ അത് പെങ്കൊച്ചാണ്, ആങ്കൊച്ചല്ല. അവള് കുറച്ച് ഒരുങ്ങും. പണ്ടേ ഒരു പെങ്കൊച്ച് ഇതുപോലെ ഒരുങ്ങിയതാണ് എന്റെ മണ്ടക്കായി ഞാൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ അതുകൊണ്ട് ഇപ്പൊ നല്ല സുഖമായിട്ട് ജീവിക്കണ്ട്. ആര് സുഖമായിട്ട് ജീവിക്കണെന്ന്? എടീ ഞാൻ സുഖവും സന്തോഷമൊക്കെ ആളുകളുടെ മുമ്പിൽ അഭിനയിക്കണതാണ്. എന്റെ വിഷമം എനിക്കെല്ലാം അറിയാം. അതവിടെ നിൽക്കട്ടെ. ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. തക്കളേ നീ എന്താടി തേച്ചത് ദേഹത്തൊക്കെ? തിരിഞ്ഞ മോനെ അവിടെ കണ്ണും മൂക്കൊക്കെ സ്ഥലത്തിൽ ഉണ്ടല്ലോ. എന്താ ഹെയർ സ്റ്റൈൽ കൊള്ളാവോ? ഒട്ടും കൊള്ളൂല. ഒരുമാതിരി കോമാളി വേഷം കെട്ടല് ഉള്ള കാര്യം ഞാൻ പറയാം. നീ എന്ത് ഇതൊക്കെ തേച്ചത് ദേഹത്ത് മൊത്തല്ല? അത് ഞാൻ വെയിൽ കൊള്ളുമ്പോ കറുത്തു. അപ്പൊ കറുത്തു പോവാതിരിക്കാൻ വേണ്ടി ഇത് തേക്കണം. എന്റെ പൊന്നു മോള് ഇനി വെയിൽ കൊള്ളണ്ട, വീട്ടിനകത്ത് തന്നെ ഇരുന്നാ മതി കേട്ടാ. കളിക്കണ്ടേ? കളിക്കണ്ട. ക്ലീറ്റോ ആ കൊച്ചിന് ദൈവം തമ്പുരാൻ എന്റെ സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. അതിന് വെയിൽ കൊണ്ടാലും പോവാനൊന്നും പോണില്ല. എങ്ങനെ? ആരെ സൗന്ദര്യം? എന്റെ സൗന്ദര്യം. ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്റെ തക്കിളിമോളുടെ കാര്യമാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അത് തന്നെ പറഞ്ഞത്. അതിന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ, കണ്ടാ ആ കണ്ണുകളും ആ മൂക്കും ആ ചുണ്ടും ആ താടിയൊക്കെ എന്നെ വാർത്ത് വെച്ചേക്കണതാ. അത് എന്തോന്ന് കണ്ണെന്ന് പറയാൻ പറ്റുമോ? 2 തവള കണ്ണ്. അതെ ഈ തവളക്കണ്ണ്, കണ്ണിനെ കൂടുതൽ പറയണ്ട, ഈ 2 കണ്ണ് മതി. മതം ഇളകി പറഞ്ഞ അവനെ ഇങ്ങനെ നോക്കി നിർത്തും ഞാൻ. എപ്പോ അയ്യോ തള്ളുമ്പോ ഒരു മയത്തി തള്ളന്റെ ക്ലീറ്റോ. നിനക്ക് അറിഞ്ഞൂടാ ഈ കണ്ണുകൊണ്ട് എന്തെല്ലാം വേലകളാണ് ഞാൻ രാഷ്ട്രീയത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുത്തനും അടുക്കൂലല്ലോ. എതിർ പാർട്ടിക്കാരൊക്കെ എന്നെ കണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയാൽ ബോധമില്ലാത്തവരോട് ആരും കളിക്കാൻ പറ്റില്ല. ആ വിഷയമല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തക്കളെ ഒരു കാര്യം പറഞ്ഞേക്കാം, ആവശ്യമില്ലാതെ ഇതെവിടെ നിന്ന് കിട്ടി നിനക്ക്? ഇത് രാഗി ആന്റി പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. നിന്റെ അടുത്ത് ഇന്നാളെ ഞാൻ പറഞ്ഞു അവൾ എന്തെങ്കിലുമൊക്കെ വിഷമായിരിക്കും. ഈ കൊച്ചിന് എന്തിനാണ് ആവശ്യമില്ലാതെ? ആ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇവിടെ ഉള്ള 10 സെന്റ് എഴുതി അവർക്ക് കൊടുക്കാം പാവമാണെങ്കിൽ. ഈ കൊച്ചിന് ആവശ്യമില്ലാതെ അപ്പുറത്ത് വിടരുത്, ഞാൻ പറഞ്ഞേക്കാം. ഒരു മനുഷ്യനോട് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ ചീത്താവോ? ആ ഇങ്ങനെയുള്ള ആ മുതലിന്റെ ഇവിടെ വർത്താനം പറഞ്ഞാണ്ടല്ലോ ഇവള് ഒരു മിനിറ്റ് മതി ഈ കൊച്ചിന്റെ കാര്യം. ക്ലീറ്റോ പറയേണ്ട രീതിക്ക് പറയേണ്ട കാര്യങ്ങളെ പറയാറുള്ളൂ. ഇത് കണ്ടില്ലേ ആവശ്യമില്ലാതെ കൊച്ചിനെ വഴിതെറ്റിക്കാൻ വേണ്ടിട്ട് ഓരോന്നും കാണിച്ചു വെക്കണത്. ഒരു കാര്യം ചെയ്യും, പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേനും ഒരു കൂട് മേടിച്ചിട്ടുണ്ട്, എന്നിട്ട് അതിനെ കയറ്റി അതിനകത്ത് ഇരുത്ത്. അപ്പൊ എല്ലാം ഇതാവും അല്ലേ? നിങ്ങൾക്ക് സമാധാനം. ഞാൻ പറയണതാണ് നിനക്ക് കൂട്ടാൻ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതിനൊക്കെ ഉണ്ടല്ലോ വലിയ വില കൊടുക്കേണ്ടി വരും. ഡാഡി ഒരു പ്രത്യേക കാര്യം പറയാണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മാസത്തിനകം പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് എന്തിനാന്നറിയാമോ? അത് ഈ വിസ എടുക്കുമ്പോ പാസ്പോർട്ട് കൂടെ വേണ്ടേ? അതൊക്കെ അറിയാലോ. അതെന്തിനാന്നോ എനിക്ക് ദുബായി പോവാൻ. ദുബായിൽ ആദ്യം എന്റെ പൊന്നുമോളെ പേര് ഞാൻ റേഷൻ കാർഡിനകത്ത് എങ്ങനെയെങ്കിലും വരുത്താനുള്ള ഒരു ശ്രമത്തിലാണ്. അത് വരട്ടെ. അല്ല എന്ന് വെച്ചാൽ ദുബായിലെ താരസുന്ദരികൾ കൊച്ചു കുട്ടികളെ വെച്ചാണ് അത് ഫാഷൻ ഷോ ആണ്. അതിന്റെ അത് ജയിക്കുന്ന ആൾക്ക് കുറെ ദൂരം പൈസകൾ കിട്ടും. ഏറ്റവും സുന്ദരായ കൊച്ചിനെ തെരഞ്ഞെടുക്കും. രാഗി ആന്റി. രാഗി ആന്റിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പൈസ കിട്ടും. അലവലാതിയുടെ അവളുടെ ഐഡിയ എന്താണെന്നറിയാമോ? കൊച്ചിനെ ഇവിടുന്ന് കടത്തി കണ്ടേ അല്ല അറബികൾക്ക് കൊടുക്കുക. വേണ്ടാത്ത പല തങ്കം ഞാൻ പറഞ്ഞേക്കാം, ഇനി എവിടെ അങ്ങോട്ട് പോരും. ലോകത്ത് നിങ്ങൾക്ക് മാത്രമല്ല കൊച്ചുള്ളത്. നിങ്ങളുടെ കൊച്ചിനെ സ്വർണ്ണക്കട്ടിയും കൊണ്ടൊന്നും ഉണ്ടാക്കി വെച്ചേക്കണല്ലോ. എന്റെ കൊച്ചിനെ സ്വർണ്ണക്കട്ടിയോടെ എനിക്ക് ഉരുവും. ഡാഡിയുടെ സൗന്ദര്യം എനിക്ക് കിട്ടിയേക്കണം. അപ്പൊ എന്തായാലും പോയാൽ കിട്ടും ഫസ്റ്റ് പ്രൈസ്. അങ്ങനെ പറഞ്ഞോ? എങ്കിലേ ഡാഡിയുടെ സൗന്ദര്യം ഡാഡി ഇന്ത്യക്ക് അകത്ത് മാത്രം പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കണുള്ളൂ. ഇത് വിദേശത്ത് കൊണ്ടുപോയി നമുക്ക് കാണിക്കണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ക്ലീറ്റോ, എങ്ങനെ ഇത് രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ചിന്തിക്കുന്നു ഇത് വെച്ചാട്ട് ആക്രമിക്കാന്ന്? അങ്ങനെയാണ് വെള്ളം വെള്ളിയിട്ട് സിംഹത്തിനെ പോലെ പുറത്തോട്ട് ആടുന്നത്. ഞാൻ പറയണതേ ഉള്ളു, കുഴപ്പമല്ലേ? തള്ളേ മോളെ കൂടെ എന്താന്ന് ചോദിച്ചോ? എന്റെ പൊന്നെ ആരെയോ കാണണമെന്ന് പറഞ്ഞല്ലോ, പോണില്ലേ ക്ലീറ്റോ? ഞാൻ പോകുമ്പോ എല്ലാം സമാധാനാവുമല്ലോ.
വരാതിരുന്ന സന്തോഷമാവൂ? നാളെ വന്നാലും മതി, കുഴപ്പമില്ല. അതെ അല്ലേ, ഞാൻ പോയിട്ട് ഇപ്പൊ വരും. അതിനിടയ്ക്ക് വേറെ അങ്ങോട്ടെങ്ങാനും പോയാൽ തങ്കം ഞാൻ തക്കളി വെച്ചിട്ടുണ്ട്. എങ്ങനെ തള്ള എങ്ങനെയല്ലേ, പിന്നെ എങ്ങനെ മോൾ ഇങ്ങനെ ആവാതിരിക്കും? പാഴാക്കിക്കൊണ്ടിരിക്കുക കൊച്ചിനെ. നിനക്കെന്തപ്പോ? അത് എനിക്ക് അവിടെ പോയാലേ നല്ല കോലമുണ്ട്. ഇല്ല, എന്നെ മലയാള തനിമ ഉള്ളതുകൊണ്ട് അവിടെ പോയി എനിക്ക് ഫസ്റ്റ് കിട്ടും. ദുബായിക്കാരി മര്യാദ കടങ്ങി വീട്ടിൽ തൊള്ളണം. ഒരുപാട് അങ്ങോട്ട് ഇറുക്കി തുടക്കല്ലേ, അതിന്റെ പെയിന്റ് ഒക്കെ പോവും. താമസിക്കുന്ന വീട് എപ്പോഴും വൃത്തിയായിരിക്കണോടാ. അതെ, വീട് വൃത്തിയാക്കിയിട്ട് കാര്യമില്ല, താമസിക്കുന്നവൻ വൃത്തിയായിരിക്കണം. ഞാൻ വൃത്തിയായിട്ട് തന്നെ നടക്കണത്. ആര് പറഞ്ഞു? ആര് പറയണം? പിന്നെ ഒരുപാട് നാൾ ഇത് തുടച്ചങ്ങനെ ഇവിടെ നിൽക്കാതെ വേണ്ട, പെട്ടെന്നൊക്കെ ഇവിടെ നിന്ന് മാറി പോവാൻ നോക്ക്. ഇതൊക്കെ പെണ്ണുങ്ങളെ കൊണ്ട് ചെയ്യിക്കും നീ. അതെങ്ങനെയാ നിന്റെ പെണ്ണുമ്പിള്ള ഇതൊക്കെ ചെയ്താൽ വിയർത്ത് കഴിഞ്ഞാൽ മറ്റേ പുട്ടിയൊക്കെ ഒഴിച്ച് ഇളവുമല്ലോ അല്ലേ? എത്ര ദിവസം ഇവിടെ താമസിക്കണം, എപ്പോ പോകണമെന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിക്കും. ഞാനും അതിന് അർഹതപ്പെട്ടവരിവിടെ ഉണ്ട്, അവരും തീരുമാനിക്കും. ഓഹോ, കേട്ടാ? ആഹാ. പിന്നെ ഈ ജോലിയൊക്കെ പെണ്ണുങ്ങൾക്ക് മാത്രമേ ചെയ്യാവുന്ന ആരാണ് പറഞ്ഞത്? ഇതെടാ, നിന്നെ പോലെ ഉള്ള കുറെ ജോലിയും കൂലി ഇല്ലാതെ അവരെ പറഞ്ഞുകൊണ്ട് നടക്കും. കേട്ടാ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, എനിക്ക് ജോലിയും കൂലിയും ഇല്ലാന്ന് നിനക്ക് അറിയാലോ. ഇവിടെ നില്ലേ, നിന്നെ സുരേന്ദ്ര മുതലാളി ജോലിയർ ഉദ്ഘാടനത്തിന് വിളിച്ചില്ലേ? അതെ, ഞാൻ ഇമാതിരിയുള്ള ബൂർഷ മുതലാളിമാരുടെ ഒരു പരിപാടിക്കും പങ്കെടുക്കാറില്ല. എങ്ങനെ? അങ്ങനെ തന്നെ. എനിക്ക് അയാളുടെ എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളല്ല. ഈ മാസം അവിടെ തെണ്ടാൻ പോകാൻ ബക്കറ്റും കൊണ്ട് തെണ്ടാൻ പോകാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ആരടാ പോണേ? നിന്റെ പാർട്ടിക്കാരൻ. നിന്റെ പാർട്ടിക്കാരാണ് തെണ്ടാൻ അങ്ങോട്ട് പോണത്. അയാള് ഞങ്ങൾക്കുള്ള ഫണ്ടൊക്കെ ഇങ്ങോട്ട് കൊണ്ട് തരാണ് ചെയ്യണത്. പിന്നെ കൊണ്ട് തരാല്ലേ? അതങ്ങനാണ്. വിളിച്ചില്ലല്ലേ? എന്തിന്? നിന്റെ താരം പറഞ്ഞു വിളിച്ചില്ലെന്ന്. സുരേന്ദ്ര മുതലാളിയും അയാളുടെ മോളും കൂടെ ഇവിടെ വന്ന് എന്നെ വിളിച്ചിട്ടാണ് പോയത്. അറിയാ? എന്താ എവിടാ വന്ന് വിളിച്ചിട്ട് പോയേ? ഇവിടെ. എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നപ്പോ തന്നെ ഞാൻ ഇല്ലായിരുന്നു. അത് പറഞ്ഞിട്ട് പോണോന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് താല്പര്യമില്ല, ഞാൻ പോണില്ല. സുരേന്ദ്ര മുതലാളി നിന്റെ ഇവിടെ അല്ല വന്നത്, പിന്നെ ഇവിടെയാണ് വന്നത്. എന്തിന്? നിനക്കറിയാമോ? സുരേന്ദ്ര മുതലാളി മോളും രാഗിയും കൂടെ ഒരുമിച്ച് പഠിച്ചാണ്. അവർ ക്ലാസ്മേറ്റ്സ് ആണ്. അതെപ്പോഴും എപ്പോഴാണ് പഠിച്ചോണ്ടിരുന്നപ്പോൾ. അല്ല, അതിലിപ്പോ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കാതെ എപ്പോഴാണ് താമസമാവണം നിന്റെ വീട്ടിലോട്ട്? ഉടനെ പണി തീരുവോ? നോക്കണോടാ, അടുത്ത വർഷമെങ്കിലും നമുക്ക് കയറാൻ നോക്കണം. ഈ താജ്മഹലാടെ പണിയണത് അടുത്ത വർഷമൊക്കെ ആവാൻ. പെട്ടെന്നൊക്കെ പണി തീർത്ത് പോയത്. ഞാനും എൻ്റെ അളിയനും കൂടെ കുറെ പദ്ധതികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ വേറെ ഇച്ചിരി പരിപാടിയുണ്ട് കേട്ടാ. ശരിയാണ്, പൈസ വേണ്ടി. നിന്നെ പോലെ ബക്കറ്റ് എടുത്തോണ്ട് ഇറക്കാനല്ല എന്റെ ജോലി. അത് കുഴപ്പമില്ല. നീ ബക്കറ്റ് എടുക്കണ കഥ പറയണ്ട കേട്ടാ. നീ ബക്കറ്റ് കൈയിട്ട് വാരണനാണെന്ന് നമുക്കറിയാം. കാലിക്കട്ടേക്ക് പോവാൻ നോക്കണം, എല്ലാവർക്കും അറിയാതെ. അവനെ വിളിക്കാത്തോണ്ട് അങ്ങനെ ബൂഷായി. വിളിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല, നല്ലവനായ. ഞാനേ ഒരു വഴിക്ക് പോണം, അതുകൊണ്ട് ഞാൻ മറുപടി പറയണില്ല. അല്ലെങ്കിൽ വളിയുമ്പോ എനിക്ക് മനസ്സിലായാലും അവന്റെയൊക്കെ കാര്യങ്ങൾ ആലോചിച്ച. ആ ക്ലീറ്റസ് പറയാൻ ശരിയാണ് കേട്ടാ. നീ ഇപ്പൊ കുറച്ച് ഓവറാവണുണ്ടേ. എന്റെ അമ്പളിച്ചേട്ടാ, ക്ലീറ്റസ് ആയിരുന്നു വട്ട. ഞാൻ അങ്ങേരുടെ മനഃശാസ്ത്രം നല്ല അരച്ച് കലക്കി കുടിച്ചിരിക്കുക. ഒന്നിക്ക് ആരുടെങ്കിലും മെക്കിട്ട് വെറുതെ കാരണം, ഇല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞോണ്ടിരിക്കണം. ഇതല്ല പണി. നീ അവനെ അങ്ങനെ എഴുതി തള്ളല്ലേ. പണ്ട് പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, തങ്കത്തിന്റെ ബാക്കിൽ നിന്ന് എത്ര ആമ്പിള്ളേർ നടന്നതെന്നറിയാമോ? അവസാനം അവൻ കൊണ്ടുപോയി. അത്ര ബുദ്ധിശാലിയും തന്ത്രശാലിയാണ് അവൻ. അതെ അതെ, അതുകൊണ്ട് ആ തങ്കച്ചേച്ചി നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്, പാവം. അത് നീ എന്തൊക്കെ പറഞ്ഞാലും അവരെ കുടുംബജീവിതം നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ തന്നെ പോകുന്നത്. അപ്പൊ നമ്മുടെ കുടുംബജീവിതം അത്ര സന്തോഷമല്ലാന്നല്ലേ നിങ്ങൾ അതിന്റെ ഉദ്ദേശം? അതിന് ഇത്രയും സൗണ്ട് കൂട്ടണേ ഇതിന്? എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എന്നെ അത്ര ഇഷ്ടമൊന്നുമില്ല. എന്തോന്ന് മനസ്സിലായി? ഒരു കാര്യം ചെയ്യ്, അപ്പുറത്ത് വീട് തക്കളിമോള് റെഡി ആയോ നോക്കി. തക്കളിമോളെ കൊണ്ട് നീ എവിടെ പോണത്? ജ്വല്ലറി ഉദ്ഘാടനത്തിന്. ജ്വല്ലറി തക്കളിമോളെ എന്തിനു കൊണ്ടുപോണേ? അതെ, തക്കളിമോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നെയും കൊണ്ടുപോകുന്നു. പാവല്ലാണ് കാളയും കൊണ്ടുപോകും. തക്കളിമോള് പാവം തന്നെ. പക്ഷെ തക്കളിമോൾ അച്ഛൻ ഉണ്ടല്ലോ, അവൻ പാവിയാണ്, അത് മനസ്സിലായിക്കോ. നിന്റെ തല അനങ്ങാതിരിക്കും. തക്കളി 2 വയസ്സ് മെടഞ്ഞേട്ടാൻ പോണു. നല്ല ഭംഗിയായിരിക്കും. നോക്ക് മെടഞ്ഞേട്ടുന്ന്. നല്ല ഭംഗി, നമുക്ക് നല്ല ഇണക്കം. പിന്നെ അതൊരു രസമില്ല മെടഞ്ഞു കെട്ടി കഴിഞ്ഞാൽ. നമുക്ക് ടിക് ടാക്ക് ഉണ്ടോ? ടിക്ടാക്കും ടുക്ടാക്കും ഒന്നുമില്ല. ഇവിടെ 2 ഈർക്കിളി സ്ലൈഡ് ഉണ്ട്. ഇഷ്ടം പോലെ ഇരിക്കില്ലേ?
ആദ്യം രണ്ടെണ്ണം എടുക്കാൻ നോക്ക്. അത് എടുത്ത് കഴിഞ്ഞാൽ മുടി അഴിഞ്ഞ് പിന്നെ എങ്ങനെയുണ്ട് കൊള്ളാം? അങ്ങനെയൊന്നും കൊടുക്കൂല. റൂഷ് ഇട്ടില്ലേ? അയ്യോ റൂഷ് എന്റെ ഇല്ല. നമുക്ക് മറ്റേ റൂഷ് വാങ്ങണം. ഈ റെഡും പിങ്കും വേറെ സ്പ്ലാഷ് കളറും കൂടി ഇട്ടില്ലേ? നീ എന്താ ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ പോണോ? പിന്നെ മമ്മിന്റെ കാര്യം. പിന്നെ അതാ വൈറ്റ് കാജലുണ്ടല്ലോ, അതിടുമ്പോ ഒരു ഫിനിഷിംഗ് ടച്ച് കിട്ടും. ആണല്ലേ? യൂട്യൂബിൽ ഇന്നലെ കണ്ടല്ലേ? ഞാൻ അയച്ചിട്ടുണ്ടല്ലേ? അടിപൊളി. പിന്നെ കളർ മസ്കാര. അതെ അമ്പിൾ ചേട്ടാ, അവൾക്ക് ഒരു വയലറ്റ് മസ്കാരയും പിന്നെ റൂഷ്. വയലറ്റ് വൈറ്റ് കാജലും കോജലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാം. കാജല് കോജല് കാജലാണ്. അത് പ്രൊനൗൺസിയേഷൻ ചിലപ്പോ മാറും. കോജലല്ല കാജൽ. അതെ ഒന്ന് കാർഡ് വരും. പിന്നെ റൂഷ്. അല്ല, എനിക്ക് അറിയാൻ വേണ്ടിട്ട് ചോദിക്കാണ്, നിങ്ങളൊക്കെ ഉദ്ദേശം തോന്നുന്നു? എന്താ? അതല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ നിന്റെ അത്ര ആവുമ്പത്തേനും ചെയ്തോട്ടെ. കൊച്ചു പിള്ളേരാണ് ഇതൊക്കെ ചെയ്തോണ്ട് നടക്കണേ. അല്ല, ഞാൻ ചെറുപ്പത്തിലെ ചവാണ്. പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഡാഡി അറിയണ്ട, നിന്നെ കൊല്ലും, കണ്ണും കൂടെ കുത്തിയിടും. അല്ല തങ്കം, അവ അറിഞ്ഞിട്ടാണ് ഇവിടെ നമ്മളിവിടെ ഉദ്ഘാടനത്തിന് വരുന്നത്. അത് കുഴപ്പമില്ല, ക്ലീറ്റോ വൈകുന്നേരം അല്ലേ വരുള്ളൂ. ഇനി അതങ്ങനെ പാവം വൈകുന്നേരം ആയ ഒരു വീട്ടിൽ അച്ഛൻ അറിയാതെ മോളെ കൊണ്ട് പോകണം ശരിയാണോ? അമ്മയല്ലേ വിടുന്നത്, അതിനെന്താ? അമ്മയാണെങ്കിൽ അത് ശരിയല്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല. ലിപ്സ്റ്റിക് ഇട്ടില്ലേ? ഈ കമ്മൽ എന്തേടാ? ലിപ്സ്റ്റിക് ഉണ്ടോ? അതാ എന്റെ അവർക്ക് അതൊന്നും ഇടണ്ട രാഗി. നല്ല രസമുള്ള മകളോട് നോക്കട്ടെ, ഇവിടെ. സൂപ്പർ. അതെന്തോന്നു? ഇതൊക്കെ എങ്ങനെ വാങ്ങിച്ചേ? അതൊന്ന് മാറ്റിയിട്ടുണ്ടാന്ന്. വേണ്ട. സിനിമാനടികളെ പോലെ ഇരിക്കൂട്ടോ. നിക്ക് ഒരു minute. നല്ല രസമുണ്ടോ? ദൈവമേ, മുട്ടായി തിന്ന പോലെ. ഇത് മാറ്റ് ഫിനിഷാ. അമ്മ കണ്ണാടി ഉണ്ടോ? എന്നുവെച്ചാ എന്താ? 24 മണിക്കൂർ അങ്ങനെ തന്നെ കിടന്നു. ഇവിടെ താഴെ ഇട്ട് ഒരു ആ താഴെ ഇട്ടിട്ടുണ്ട്, കൊറേ ഉണ്ട്. ഇല്ല കുറച്ചുകൂടെ. വേണ്ട, അത് തൂത്തുകളാക്കി തക്കളി. നോക്കട്ടെ, വേണ്ട. തങ്കം, അത് മാറ്റി, അത് മാറ്റി. വേറെ വൃത്തിയാണത്. നോക്കട്ടെടി, എടുത്തോ. എനിക്ക് നാണമാണ് കണ്ടിട്ട്. അമ്മ ഞാൻ ഇപ്പം വരട്ടോ. എനിക്കൊന്നും വേണ്ട നിന്റെ ചീഞ്ഞമ്മ. കമ്മൽ എന്തേടാ? ഒന്ന് മാറ്റിക്കൂടാതെ. കമ്മലിന് വേറെ സ്റ്റേറ്റ്മെന്റ് നെക്ലസ്. സ്റ്റേറ്റ്മെന്റോ? ആ ഇതൊരെണ്ണം ഇട്ടാ മതി, ബാക്കി എനിക്കും തരും. എന്തിനാ പേടിക്കുന്നേ? പെൺകുട്ടികളായ കുറച്ച് ഒരുങ്ങിയൊക്കെ മുടി കെട്ടണ്ടേ അപ്പൊ? ലൂസായിട്ട് ഇട്ടാ മതി. ഈ ചെരുപ്പ് മാറ്റി ഒരു ഹീല് ചെരുപ്പ്. അവള് ഉച്ചയാകുമ്പത്തേനും ഭ്രാന്തിനെ പോലെ ആവും മുടി അഴിച്ചിട്ടുണ്ട് പോയാ. നിങ്ങൾ വാ, മതി, വാ, ഒരുങ്ങിയാ മതി. വാ. ഹെയർ സ്പ്രേ ഉണ്ടോ? അതിന് gas spray. ഉള്ള മുടിയുള്ള പോകും മക്കൾ, അതൊന്ന് വാങ്ങിച്ച് അടിക്കരുത്. മുടിയൊക്കെ പോകും. തങ്കം പോയി. തന്നു വിചാരിച്ചോളാം ഞാൻ. എന്റെ ലിപ്സ്റ്റിക് അവിടെ പറ്റിയാ പോകും. വാ. പോയിട്ട് വരാം. ശരി.